ആദ്യം തന്നെ അമ്മ മാതാവിനും പൊന്നീശോനും ഹൃദയം തൊട്ട് കോടാനുകോടി നന്ദി പറയുന്നു. ഞാൻ 2024 ഒക്ടോബറിൽ ഇവിടെ ഉടമ്പടി എടുത്തതാണ്. അതിൽ നിന്ന് കിട്ടിയ ഒരു അത്ഭുതമായ ഒരു കാര്യം പറയാനാണ് ഞാനിവിടെ വന്നത്. ഞാൻ കണ്ണൂരിൽ നിന്നാണ് വരുന്നത്. ഒരു ബ്യൂട്ടീഷ്യനാണ്. 14 വർഷമായി ഞാൻ ഈ ഫീൽഡിൽ. പക്ഷേങ്കിൽ മേക്കപ്പ് എനിക്ക് ഒത്തിരി ഇഷ്ടമാണെങ്കിൽ പോലും ആ ഒരു മേഖലയിൽ എനിക്ക് ഞാൻ വിചാരിച്ച അത്രയൊന്നും ആവാൻ പറ്റിയിട്ടില്ല. ഈ 14 വർഷവും പാർലർ ഏറ്റവും നല്ല രീതിയിലാണ് പോകുന്നത്. 4 സ്റ്റാഫും എല്ലാം ഉണ്ട്. പക്ഷെ ഞാൻ ആഗ്രഹിക്കുന്നത് എനിക്കൊരു നല്ല മേക്കപ്പ് ആർട്ടിസ്റ്റ് ആവണം എന്നാണ്. അങ്ങനെ നമ്മളെ നാട്ടിൽ തന്നെ എൻ്റെ ബിൽഡിങ്ങിൻ്റെ അടുത്തൊരു ബിൽഡിങ് കൊടുക്കുമ്പം വാങ്ങണം എന്ന് പറഞ്ഞാൽ നമ്മൾ അവരെ പോയി കണ്ടപ്പോൾ അവർ പറയുന്നത് ആദ്യം വാങ്ങിയ ആൾ വാടകയൊന്നും കൊടുക്കാൻ കഴിയാണ്ട് ഒരു 10-15 ആളോളം പ്രവാസികൾ കൂടി ചേർന്നെടുത്തൊരു വലിയ ഹോട്ടലാണ്. അവർക്കത് റെൻറ്റ് കൊടുക്കാനാവാത്തതുകൊണ്ട് തിരിച്ചു കൊടുത്തതായിരുന്നു. അവർ നമ്മളോട് പറഞ്ഞു ഇത്ര ഒരു മേക്കപ്പ് സ്റ്റുഡിയോയിൽ ഇവിടെ വർക്കാവുക. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു ഇനി ഇത് ആലോചിക്കണ്ട, നമുക്കിതാവില്ല, റെൻ്റെല്ലാം കൊടുക്കൽ വലിയ സീനല്ലേ പറഞ്ഞു. ഞാൻ പിന്നെയും എനിക്ക് അത് ആഗ്രഹം പോകുന്നില്ല. ഞാൻ പറഞ്ഞു നമുക്ക് എന്തെങ്കിലും ചെയ്യാം, എൻ്റെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ട്, നമുക്കത് തുടങ്ങാമെന്ന് പറഞ്ഞ് ആദ്യം ഞാൻ എന്താ വെച്ചാൽ മാതാവിനോട് പ്രാർത്ഥിക്കുന്നതിന് മുന്നേ ഈശോയോട് ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരാളാണ്. ഞാൻ ഹിന്ദുവാണ്. എന്നാലും ഈ 14 വർഷവും എൻ്റെ കൂടെ ക്രിസ്ത്യൻസും അതുപോലെ ഹിന്ദുസും മുസ്ലിംസും എല്ലാം സ്റ്റാഫുണ്ട്. ഞാൻ എല്ലാവരോടും പറയും നിങ്ങൾ രാവിലെ വിളക്കും അതുപോലെ തിരിയും വെച്ച് പ്രാർത്ഥിക്കണേ പറയും. അപ്പോൾ ഇത് അവരവിടെ സംസാരിച്ച് രണ്ടാമതും നമ്മൾ പോയി സംസാരിച്ചപ്പോൾ പിന്നെ ആക്കുന്ന നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്തോ പറഞ്ഞു. ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു നമുക്കൊരു ആരോഗ്യ ഇൻഷുറൻസ് എടുത്ത് വെക്കാം, എന്തേലും ബുദ്ധിമുട്ട് വന്നാൽ ആരോടും കൈ നീട്ടണ്ടല്ലോ. അങ്ങനെ ആരോഗ്യ ഇൻഷുറൻസ് എടുത്ത് അങ്ങനെ 10 ലക്ഷത്തിന് ഞാനൊരു മേക്കപ്പ് സ്റ്റുഡിയോ എൻ്റെ പാർലറിന് അടുത്ത ബിൽഡിങ്ങാണ്. അത്ര വരെ ഞാൻ എങ്ങനെയാണെന്ന് ഒന്ന് മനസ്സിലാക്കി തരുന്നതാണ്. എനിക്ക് അച്ഛനും അമ്മയും ഇല്ല. ഞാൻ സാധാരണ ഒരു നേരത്തെ ഭക്ഷണത്തിന് വരെ ഒരു മസാല ദോശ കഴിക്കാനില്ലാണ്ട് ഹോട്ടലിൻ്റെ മുന്നിൽ നിന്ന് തിരിച്ച് വന്നിട്ടുണ്ട്. അത്രയും ഇന്ന് ഞാനിപ്പം എൻ്റെ നാട്ടിൽ അറിയപ്പെടുന്ന കണ്ണൂർ ജില്ലയിൽ നിന്നല്ല ട്രിവാൻഡ്രം തൊട്ട് കാസർഗോഡ് വരെ എനിക്കിപ്പോൾ വർക്കുണ്ട്. ഡേറ്റ് ഇല്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പം ഞാൻ നിൽക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടുന്ന് അത്ര സന്തോഷത്തോടെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ മേക്കപ്പ് സ്റ്റുഡിയോ 10 ലക്ഷത്തിന് നമ്മൾ എല്ലാം സെറ്റായി ഉദ്ഘാടനം, ഞാൻ പറഞ്ഞു ഉദ്ഘാടനമൊന്നും വേണ്ട, അത്ര ആർഭാടൊന്നും വേണ്ട, ഹസ്ബൻഡിൻ്റെ അമ്മേനെ കൊണ്ട് വിളക്ക് വെച്ചു, അത്രയേ ഉള്ളൂ. ആ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് ഞാൻ ഒറ്റ കാര്യം ഈശോനോട് പ്രാർത്ഥിച്ചിട്ടുള്ളൂ. 15,000 അതിന് വാടക പറയുന്നത്, പിന്നെ എല്ലാ ഇയറിനും കൂടും. ഞാൻ പിന്നെ വാടകയും പിന്നെ കറണ്ട് ബില്ലും എല്ലാം ഒരു നല്ല തുക വരും. പിന്നെ പാർലറിൽ വാടക വേറെയും. അപ്പം ഞാൻ ഈശോനോട് പറഞ്ഞു ഈശോയെ എനിക്ക് വാടക കൊടുക്കാൻ പറ്റണം. ഇതിലൊരു കാര്യം എന്താ വെച്ചാൽ എൻ്റെ ഹസ്ബൻഡ് എന്തൊക്കെയോ തുടങ്ങി, ആൾ കുടിക്കോ വലിക്കോ ഒന്നും ചെയ്യൂല. പക്ഷേങ്കിൽ കുറേ ബിസിനസ് തുടങ്ങി ഡൗണായി നമ്മുടെ ലൈഫേ കൊളായെടുക്കുന്ന മെല്ലെ റെഡിയായി വരുവേന്ന്. അപ്പോൾ എന്നോട് തന്നെ കുറേ ആൾ ഇൻസൾട്ടാക്കി പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെയെല്ലാം ചെയ്തിട്ട് വെറുതെ എന്തിനാ പൈസ കളയുന്നത്. അപ്പോൾ ഇങ്ങനെ പാർലർ ഇട്ടപ്പോൾ ഞാൻ ഈശോനോട് ഒന്നേ പറഞ്ഞു വാടക കൊടുക്കാൻ കഴിയണേ, നാണക്കേടാവും ഇത് തിരിച്ച് കൊടുത്താലേന്ന്. പക്ഷേങ്കിൽ ഇവിടെ ഒരു അത്ഭുതം എന്താ നടന്നതെന്ന് വെച്ചാൽ പെട്ടെന്ന് എൻ്റെ മാമൻ്റെ മോള് വിളിക്കുന്നത് ഇങ്ങനെ ഒരു കൃപാസനുണ്ട്. പക്ഷെ ഞാനിവിടെ ഒരിക്കൽ വന്നിട്ടുണ്ട്, ഇത് എനിക്കത് അറിയൊന്നുമില്ല. നമ്മൾ ട്രിവാൻഡ്രം വരെ ടൂറ് വന്നപ്പോൾ ജസ്റ്റ് ഇവിടെ ഇങ്ങനെ ആൾക്കാരെ കണ്ടിട്ട് ഇവിടെ കയറി ഇവിടെ കണ്ടപ്പോൾ തന്നെ ഞാൻ മാതാവിനെ ഒരുപാട് പ്രാർത്ഥിച്ചിട്ടാണ് പോയത്. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത്, ഉടമ്പടിയിൽ ഞാൻ ഒന്നേ പ്രാർത്ഥിച്ചിട്ടുള്ളൂ, ഇത് നല്ല രീതിയിൽ എന്നെ കൊണ്ടുപോകാൻ കഴിയണമെന്നേ പ്രാർത്ഥിച്ചിട്ടുണ്ട്. കാരണം ഞാൻ എൻ്റെ നാട്ടിലാണ് പാർലർ ഇടുന്നത്, സ്റ്റുഡിയോ ഇടുന്നത്. അപ്പം നമുക്ക് നാട്ടിൽ നിന്നൊരു സപ്പോർട്ടില്ല. ഞാൻ ഇതിൽ ഫെയിലായാൽ പിന്നെ എല്ലാവരും എന്നാ പറയുക, ഹസ്ബൻഡിനെ പോലെ ഓളും ഓരോന്ന് തുടങ്ങി കൊളാക്കി വെച്ചെന്ന് പറയൂലേ. അങ്ങനെ ഞാൻ ഈ ഉടമ്പടി എടുത്ത് പോയിട്ട് എനിക്ക് കിട്ടിയൊരു അത്ഭുതം എന്താണെന്നറിയാം. ഞാൻ എപ്പോഴും പഠിക്കണം എന്ന് ചിന്തിക്കുന്ന ആളാണ്. അപ്പോൾ ബാംഗ്ലൂരിൽ പോയി 15 ദിവസം അവിടെ നിന്ന് മേക്കപ്പ് പഠിച്ചു, 1.5 ലക്ഷത്തിൻ്റെ സാധനം എടുത്തു. പക്ഷേങ്കിൽ ഇവിടെ എന്താ സംഭവിച്ചാൽ ഈ ഹിന്ദിക്കാരെൻ്റെ ഈ സ്റ്റുഡിയോയിലെ സാധനങ്ങളെല്ലാം ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഈ മേക്കപ്പ് പ്രോഡക്റ്റ് കംപ്ലീറ്റ് എടുത്തിട്ട് ഇവർ പിന്നെ യൂസ് ചെയ്യാത്തൊരു റൂമിൽ കൊണ്ടുവച്ചു. എൻ്റെ ഈ 4 സ്റ്റാഫ് എന്ന് പറയുന്നത് നമ്മൾ ചങ്ങായിമാരെ പോലെ, അവിടെ ഓണറി സ്റ്റാഫ് ഒന്നുമില്ല.
അപ്പോൾ എനിക്ക് ഇവരോട് ഈ സാധനം കാണുന്നില്ല എന്ന് പറയുമ്പോൾ സങ്കടമാവുന്നത്. ഇവർ ചേച്ചി നമ്മൾ എടുത്തിട്ടില്ല ചേച്ചി എന്ന് പറയുമ്പോൾ അതിനേക്കാൾ ഞാൻ പറഞ്ഞു പോട്ട് സാരമില്ല. അതിൻ്റെ 2 ദിവസം കഴിഞ്ഞിട്ട് എനിക്കൊരു മേക്കപ്പ് ഉണ്ട്. ഞാൻ ഈശോനോട് എപ്പോൾ പ്രാർത്ഥിച്ചിട്ടേ മേക്കപ്പ് ചെയ്യൂ. ഞാൻ എൻ്റെ ഈശോയെ എൻ്റെ കൈമിൽ ഒരു സ്റ്റുഡിയോ തുടങ്ങിയിട്ട് അത്യാവശ്യം സീലിംഗ് വർക്കും എല്ലാം കഴിഞ്ഞ് നല്ല സെറ്റപ്പ് സംഭവമാണ്. പക്ഷെ ഞാൻ ഈ സാധനം ഇല്ലാണ്ട് എങ്ങനെയാണ് മേക്കപ്പ് ചെയ്യുക? പിന്നെ എൻ്റെ മുന്നിൽ ഒരു ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. എൻ്റെ കയ്യിലുള്ള കുറച്ച് സാധനമുണ്ട്, അത് വെച്ച് ഞാനങ്ങ് ചെയ്ത്. അന്ന് വൈകുന്നേരം ഉണ്ട് ആ നാട്ടിൽ നിന്ന് കുറേ കുട്ടികൾ വിളിച്ചിട്ട് ചേച്ചിൻ്റെ മേക്കപ്പ് നന്നായിട്ടുണ്ട്. ഇത്ര വരെ എങ്ങനെയാണെന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് നല്ലോണം ചിരിച്ച് മിണ്ടിപ്പോവും. പക്ഷേ ഇവരെ വെഡ്ഡിങ് ഉണ്ടെങ്കിൽ ഞാൻ അറിയില്ല. ഞാൻ അറിയുന്ന ചിലപ്പോൾ ഇൻസ്റ്റാഗ്രാം വഴിയോ ആരെങ്കിലും പറഞ്ഞിട്ട് അത് അവരെ മിസ്റ്റേക്കല്ല, ഞാൻ പെർഫെക്റ്റ് അല്ല, അതെനിക്കറിയാം. അതുകൊണ്ട് മാത്രം ഈ ഉദ്ഘാടനം ആർഭാടൊന്നും ആക്കണ്ട പറഞ്ഞേ. ഈ മേക്കപ്പ് ഭയങ്കര ക്ലിക്കായി. പിന്നെ ഞാൻ എൻ്റെ ലൈഫിൽ തിരിഞ്ഞു നോക്കേണ്ടി വരില്ല. അതെനിക്ക് മാതാവ് മനസ്സിലാക്കി തരുന്നതാണ്. നിൻ്റെ കയ്യിലുള്ളതാണ് ഏറ്റവും ബെറ്റർ. നിൻ്റെ അടുത്ത് നഷ്ടപ്പെട്ടു പോയതുകൊണ്ട് നീ യൂസ് ചെയ്തതാണ്, നീ പിന്നെയും ബേക്കോട്ടാണെന്ന് മാതാവ് എനിക്ക് മനസ്സിലാക്കി തരുന്നു. അതൊരു അത്ഭുതം. പിന്നെ ഞാൻ ഉടമ്പടി എടുത്തിട്ട് ഇതുപോലെ ഒരു വർക്കിന് പോയിട്ട് വരുമ്പോൾ എന്നെ ഒരു ഫോട്ടോഗ്രാഫർ വിളിച്ചിട്ടാണ് ഒരു സീരിയൽ നടിക്ക് മേക്കപ്പ് ചെയ്യണമെന്ന്. എനിക്കൊരു വലിയ ഹൈ ടീമിൻ്റെ അടുത്ത് പോകുമ്പില്ലേ എൻ്റെ ഫേസിലൊന്നും ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഉള്ളിൽ എനിക്ക് ഒരു ടെൻഷനിലുണ്ട്, പക്ഷെ എൻ്റെ ഫേസിൽ അങ്ങനെ കാണൂലേ. അതേപോലെ ഞാൻ വലിയ ജാടി ഇട്ട് നിൽക്കും, പക്ഷെ ഉള്ളിലെന്താ പറയുക, ഈശോയെ ഒന്ന് നെഗറ്റീവ് ഒന്നും പറയണ്ട, എന്നെ ഒന്ന് എടുത്ത് രക്ഷിക്കണേന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യുക. ദൈവം സഹായിച്ച ആരും ഒന്നും കുറ്റമൊന്നും പറയില്ല. പക്ഷെ എന്നാലും ഇപ്പം എല്ലാവർക്കും ഭയങ്കര കൺസെപ്റ്റ് അല്ലേ ഇങ്ങനെ വേണം. അപ്പോൾ അവരെ കൺസെപ്റ്റിനൊത്ത് നമ്മൾ ചെയ്യുമ്പോൾ അവിടെയല്ലേ നമ്മൾ പെർഫെക്റ്റ് ആവുക. അപ്പം അതെനിക്ക് അത്രത്തോളമൊന്നും പറ്റലില്ലേ. അങ്ങനെ ഈ സീരിയൽ നടി വരുന്ന അപ്പം ഞാൻ അധികം സീരിയൽ കാണലില്ല. രാവിലെ 10 മണിക്ക് പാർലറിൽ കയറി രാത്രി 8:30 വരെ നിൽക്കും. ഇതെന്താ കാര്യം എന്നറിയാം, ഞാൻ ത്രെഡ് ചെയ്താൽ ആർക്കും വേദന ഇല്ല പോലും. അപ്പം ഞാൻ പൂട്ടാൻ പറ്റൂല, രാത്രി വരെയും തിരക്കാം. അപ്പം ഈ സീരിയൽ നടി വന്ന് ഞാൻ കണ്ടപ്പം ഞെട്ടിപ്പോയി. അമൃത നായർ എന്നിട്ട് ഞാൻ സാരിയെല്ലാം ഉടുപ്പിച്ച് എനിക്കറിയും പോലെ മേക്കപ്പും ചെയ്ത് ഇത് ഇൻസ്റ്റയിലിട്ട്. പിന്നെ അത് ആ കോൾ വരുന്ന നീ മേക്കപ്പ് സ്റ്റുഡിയോയിലും തുടങ്ങി സീരിയൽ നടിയെല്ലാം വന്നല്ലേ. ഇത് വന്നതേ എനിക്ക് തന്നെ വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇതൊരത്ഭുതം. പിന്നെ ഞാനൊരു മൈക്രോ ബ്ലേഡിങ് പഠിച്ചിന്. പക്ഷെ ഇത്ര വരെ എൻ്റെ ഇൻസ്റ്റാ പേജിൽ ഒരു 3000 ഫോളോവേഴ്സേ ഉള്ളൂ. അധികം ആൾക്കാർ എൻക്വയറിക്ക് വിളിക്കും, വെറുതെ വിളിക്കും, ബുക്കിംഗ് ഒന്നും ചെയ്യൂല. ഒരാളെ 2 ചെയ്താലായി. പിന്നെ എനിക്കിങ്ങനെ പിന്നെ പേജ് കണ്ട് ഇഷ്ടപ്പെട്ടിട്ടല്ലേ എല്ലാവരും ചെയ്യുക. അത്രയൊന്നും ആൾക്കാർ എൻക്വയറിക്കൊന്നും വരില്ല. പക്ഷെ പാർലറിൽ നമുക്ക് കിട്ടുന്ന കസ്റ്റമറെ നീറ്റാക്കി വിടുന്നതുകൊണ്ട് എപ്പോഴും പാർലറിൽ തിരക്കാം. അപ്പോൾ ഈ മൈക്രോ ബ്ലേഡിങ് ചെയ്തിങ്ങനെ പക്ഷേ ഇതാർക്കും അറിയുന്നില്ലേ. എൻ്റെ നാട് ചെറിയൊരു നാടാണ്, കണ്ണൂരാ പിന്നെയും നല്ല ടൗണ്. അപ്പം എൻ്റെ അടുത്തൊരു കുട്ടി വന്നു. അപ്പോൾ എൻ്റെ പുരികം ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്നോട് ചേച്ചി എന്താ ചേച്ചിൻ്റെ പുരികത്തിൽ ചെയ്താൽ ഞാൻ ഇങ്ങനെ മൈക്രോ ബ്ലേഡിങ് ചെയ്തിയാന്ന്. ആ ചേച്ചി ചെയ്തതൊന്നും മനസ്സിലാകുന്നില്ല, ഭയങ്കര നാച്ചുറലായിട്ട് പറഞ്ഞു. അപ്പോൾ ഈ സംഭവത്തിന് ഞാൻ എടുക്കുന്ന റേറ്റ് എനിക്കിപ്പോൾ അവരുടെ അടുത്ത് പറഞ്ഞാൽ സാധാരണക്കാർക്ക് പെട്ടെന്ന് ചെയ്യാനല്ല. ചേച്ചി ഞാൻ പകുതി പൈസ ചേച്ചി എനിക്ക് ചെയ്തു കൊടുത്ത്. അന്ന് ആ വീഡിയോ ഞാൻ ഇൻസ്റ്റയിലിട്ട്. അപ്പോൾ അത്ര വരെ ഞാൻ ഈ മൈക്രോ ബ്ലേഡിങ്ങിൻ്റെ വീഡിയോ ഒന്നും ഇടലില്ല. ആ വീഡിയോ ഇപ്പം 70 ലക്ഷം ആൾ കണ്ട്. അതിനോടുകൂടി എൻ്റെ ഈ ബ്രൈഡൽ വർക്കും ആ വീഡിയോസ് എല്ലാം ഫോളോവേഴ്സ് കയറി. പിന്നെ മേക്കപ്പ് ആണെങ്കിൽ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഇന്ന് വരെയും ഇന്നലെയല്ല മിഞ്ഞാന്ന് ഞാൻ കോഴിക്കോട് മേക്കപ്പ് ഉണ്ടായിന്. ഇനി എനിക്ക് ട്രിവാൻഡ്രം ഉണ്ട്. വരുന്ന 2026 ഏപ്രിൽ വരെ കംപ്ലീറ്റും ബുക്കിംഗ് ആയി. അതെനിക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത സന്തോഷമാണ്. പിന്നെ അതിൻ്റെ അടുത്ത് ഒരു റൂമും കൂടി എടുത്ത് കുറച്ചും കൂടി വലുതാക്കി മേക്കപ്പ് മാത്രം ചെയ്യാനൊരു സംഭവമാക്കി. കാരണം നമുക്കിപ്പം ഫോട്ടോഷൂട്ടെല്ലാം അവിടെ നിന്ന് തന്നെ ഫോട്ടോഗ്രാഫേഴ്സ് വന്ന് എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് മേക്കപ്പെല്ലാം ചെയ്യുമ്പോൾ ഒരു തിരക്കാണ്. അപ്പോൾ അതിന് ഒരു 1 വീക്കും കൂടി കഴിഞ്ഞാൽ ആ ഷോപ്പും കൂടി ഓപ്പൺ ആവും. പിന്നെ ഒരത്ഭുതം എന്താ വെച്ചാൽ ഈ ഇട്ട 10 ലക്ഷം ഞാൻ 2024 ഒക്ടോബർ 10 ഉടമ്പടി എടുക്കുന്നത്. ഈ 10 ലക്ഷം ഞാനൊരു 6 മാസം കൊണ്ട് തിരിച്ചു പിടിച്ചു. 10 ലക്ഷം അല്ല, അതിനേക്കാളും പിടിച്ചു. ഈ ഇപ്പം ചെയ്യുന്ന പിന്നെ മേക്കപ്പിൻ്റെ റൂമിനായാലും എനിക്ക് വലിയ ബാധ്യതയോ കാര്യമോ ഒന്നുമില്ല എന്ന് മാത്രമല്ല, ഒരു ദിവസം നമ്മൾ 1 മണിക്ക് തുടങ്ങിയാൽ രാവിലെ ഒരു 8-9 മണിക്കുള്ളിൽ ഞാൻ 4 വെഡ്ഡിങ്ങൊക്കെ ചെയ്യും. അതെങ്ങനെയാണെന്ന് എനിക്ക് പോലും അറിയില്ല. പിന്നെ പണ്ട് എങ്ങനെയാ വെച്ചാൽ ഒരു മേക്കപ്പ് ചെയ്താൽ
അവരെ ഒപ്പീനിയൻ, അവരെ അഭിപ്രായം കിട്ടുന്നവരെ ഞാനിങ്ങനെ നിൽക്കും. ഇപ്പം അങ്ങനത്തെ ഒരു സീനേ ഇല്ല. കാരണം ഞാൻ എൻ്റെ ഫോണിൽ വീഡിയോ എടുക്കും, അപ്പം തന്നെ ഇൻസ്റ്റയിലിടും. അവരും അന്നേരം തന്നെ അതിൻ്റെ റിവ്യൂ പറയും. അപ്പോൾ അത്രയും കോൺഫിഡൻ്റ് ചെയ്യാൻ പറ്റും. ഞാൻ ചെയ്യുന്നതേ അല്ല, മാതാവ് തന്നൊരു വലിയ അനുഗ്രഹമാണ്. ഇപ്പം എനിക്ക് എൻ്റെ ലൈഫ് നിങ്ങൾ തിരിഞ്ഞ് നോക്കേണ്ട ആവശ്യമില്ല എന്ന് മാത്രമല്ല, എന്നെ ഇൻസൾട്ടാക്കിയവർ, എൻ്റെ നാട്ടിലുള്ളവർ, എന്നോട് മിണ്ടുന്നവർ, ഒരു ബ്രൈഡൽ വരുമ്പോൾ അത് അവരെ തെറ്റിയത് ഞാൻ പറയുന്നില്ലേ, അവർ ഇപ്പം എന്നോട് വന്ന് ചേച്ചിക്ക് ഡേറ്റ് ഉണ്ടോ എന്ന് ചോദിക്കുകയോ ചെയ്യുന്നത്. അതെല്ലാം ദൈവം തന്നൊരു വലിയ അനുഗ്രഹമാണ്. പിന്നെ ഞാൻ പണ്ട് എനിക്ക് ആർക്കും എന്തെങ്കിലും വിഷമമായാലും ഞാൻ എൻ്റെ കയ്യിലുള്ളതായാലും ഹെൽപ്പ് ചെയ്യും. അങ്ങനെ ഞാൻ ഈ സ്റ്റുഡിയോ സെറ്റായി. ഇപ്പം എനിക്ക് വാടക എന്നല്ല, അങ്ങനെ അഹങ്കാരമല്ലേ പറയുന്നത്. ഒന്നിനും ലൈഫിൽ ഇപ്പോൾ ഒരു ബുദ്ധിമുട്ടും ഇല്ല. ബുദ്ധിമുട്ടില്ല എന്നല്ല, GSTൻ്റെ ആളെ ആക്കിയിട്ട് എൻ്റെ അക്കൗണ്ടെല്ലാം സെറ്റാക്കേണ്ട പരിപാടിയാണ്. അത്രയും പറയണത് നിങ്ങൾക്ക് മനസ്സിലാവില്ല ഞാൻ ഏത് ലെവലിലെത്തിയിട്ട് അങ്ങനെ പറയുന്നതെന്ന്. ഇപ്പം ഞാൻ എൻ്റെ ഇൻസ്റ്റയിൽ എൻക്വയറി വരുന്നവരോട് ഡേറ്റ് ചോദിച്ചിട്ടാണ് ബാക്കി കാര്യങ്ങളെല്ലാം പറയുന്നത്. കാരണം എനിക്ക് ഡേറ്റ് ഇല്ല, അതുകൊണ്ട് ഇപ്പം നമുക്ക് പറ്റുന്ന അത്രയും എടുക്കാൻ പറ്റുമല്ലോ, അതൊരു കാര്യം. എല്ലാത്തിനും ദൈവത്തിനോട് നന്ദി പറയുന്നു. പിന്നെ ഞാൻ അനാഥാലയത്തിൽ ഫസ്റ്റ് ഈ ബ്രൈഡൽ സ്റ്റുഡിയോ സെറ്റായി. നമുക്കെന്നെ തോന്നൂലേ ഇനി ബേക്കോട്ട് പോവണ്ടെന്ന്. അപ്പം അങ്ങനെ ഹസ്ബൻഡിനോട് പറഞ്ഞിട്ട് 50 ആക്കില്ല ഭക്ഷണമാക്കിയിട്ട് നമ്മൾ അനാഥാലയത്തിൽ പോയി. ആടെ എൻ്റെ എനിക്കൊരു മോളാണ്, മോളെയും കൂട്ടിയിട്ടാണ് പോയത്. അവളും അറിയണമല്ലോ ഇങ്ങനെയുള്ള ആൾക്കാരുണ്ട്, മാനസികമായിട്ടും എല്ലാം ബുദ്ധിമുട്ടുന്ന ആൾക്കാരാണ്. അവർക്ക് അങ്ങനെ ഭക്ഷണം കൊണ്ടു കൊടുത്തു. പിന്നെ കണ്ണൂർ ടൗണിൽ ഞാൻ പൊതിച്ചോറ് കൊണ്ടുപോയി. അന്ന് എൻ്റെ ഹസ്ബൻഡ് കളിയാക്കിനെ ഈ ചോറ് ആരാ വാങ്ങാന്ന്. പക്ഷേങ്കിൽ ആടെ കണ്ണ് നിറഞ്ഞ അനുഭവം ഉണ്ടായത്. ചോറ് കൊടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ മുന്നിൽ വന്ന് കൈ നീട്ടുന്ന അവർക്കെല്ലാം 100 രൂപ വെച്ച് കൊടുത്ത്. പിന്നെ ഞാൻ ചെയ്തത്, ഇപ്പം എൻ്റെ കുടുംബത്തിലൊരു ആക്സിഡൻറ്റ് വന്നു എൻ്റെ ഏച്ചിൻ്റെ ഹസ്ബൻഡിന്. അവർക്കും ഞാനൊരു വലിയ എമൗണ്ട് കൊടുത്ത് സഹായിച്ചിട്ടുണ്ട്. ഇനിയിപ്പം ഷോപ്പ് ഓപ്പൺ ആയപാട് ഞാൻ അന്ന് ഈ അന്നദാനം കൊടുക്കാൻ പറഞ്ഞതൊരു സ്ഥലവും കൊടുത്തത് വേറൊരു സ്ഥലത്തുമാണ്. അപ്പോൾ പയ്യന്നൂർ നമുക്കൊരു അനാഥാലയമുണ്ട്, അവിടെ 100 ആൾക്കാരുണ്ട്. ഇത് സെറ്റായപാട് അവർക്ക് ഞാൻ ഭക്ഷണമായിട്ട് പോവും. എൻ്റെ ലൈഫിൽ ഇനി അങ്ങോട്ടെന്ന് ഞാനൊരു ഹിന്ദു ആയാലും എൻ്റെ അടുത്ത് വർക്കിന് വരുന്ന മൈക്രോ ബ്ലേഡിങ്ങിനെല്ലാം വന്നാൽ 1 അവർ വേണം. അപ്പോൾ ഇവരോട് ഞാൻ ഓരോ കാര്യങ്ങൾ സംസാരിച്ച് മെല്ലെ മാതാവിൻ്റെ കാര്യങ്ങൾ പറയും. പറഞ്ഞ് മെല്ലെ പത്രം അങ്ങ് കൊടുക്കും. അതുപോലെ എന്താ പറയുക, ഒരു അസുഖമില്ലേ, പുരുകും ഹെയറും എല്ലാം പോകുന്നേ. അങ്ങനെ ഒരു മോള് വന്നിന്. ആ മോളോട് ഞാൻ ഈ മാതാവിൻ്റെ കാര്യം പറഞ്ഞ് പത്രം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ചിലപ്പം ഓരോ മേക്കപ്പ് ആർട്ടിസ്റ്റിന് ഇങ്ങനെ പറയുമ്പോൾ എൻ്റെ വില അങ്ങ് പോവില്ലേ, അങ്ങനെയൊന്നുമില്ല. ഞാൻ അവരോടെല്ലാം അങ്ങോട്ട് പറയലുണ്ട് ഞാൻ ഇങ്ങനെ മാതാവിലൂടെ അവിടെ എത്തിയെന്ന്. എൻ്റെ DP മാതാവാണ്. പക്ഷേങ്കിൽ ഞാൻ വിചാരിക്കാം എൻ്റെ നാട്ടുകാരെന്ത് ചിന്തിച്ചാലും സാരമില്ല, ലൈഫിൽ ഞാൻ ഇങ്ങനെ ആയത് എൻ്റെ അമ്മ മാതാവ് തന്നൊരു അനുഗ്രഹമല്ലേ. എല്ലാത്തിനും മാതാവിനോട് അതുപോലെ ഞാൻ എന്തേലും ദേഷ്യം പിടിച്ച് വീട്ടിലെന്തെങ്കിലും ചൂടായിട്ട് സംസാരിക്കോ അല്ല എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും നെഗറ്റീവ് പറ്റിപ്പോയിനെങ്കിൽ തന്നെ വൈകുന്നേരം ഞാനത് മാതാവിനോട് ഈശോനോട് മാപ്പ് പറയും. പിന്നെ ഞാൻ പഴയതിനേക്കാളും എനിക്ക് വേഗം ഒരാൾക്ക് സങ്കടമായാൽ വേഗം എനക്കും സങ്കടമാവും. അങ്ങനെ ഒരു ഏച്ചി ഇതുപോലെ ഹോട്ടലിൻ്റെ മുന്നിൽ നിന്ന് ഇങ്ങനെ ഭക്ഷണത്തിന് വേണ്ടിയിട്ടൊന്നും മനസ്സിലായിട്ടില്ല, അവരിങ്ങനെ പോ പറയുന്നത്. നോക്കുമ്പോൾ ഭക്ഷണവും വാങ്ങിക്കൊടുത്ത് പൈസയും കൊടുത്ത് ഞാനിങ്ങനെ ചോറ് കൊടുക്കുന്നതല്ല എല്ലാവരോടും. എൻ്റെ ഹസ്ബൻഡ് പറയും നീ ഇതൊന്നും ആരോട് പറയണ്ട. പക്ഷെ അങ്ങനെയെല്ലാം ചിലപ്പോൾ ഒരു 1000 ഉറുപ്പ്യായിരിക്കും ആർക്കെങ്കിലും അങ്ങനെ ചെയ്യണം. ഇപ്പം നമ്മൾ വിചാരിക്കുമോ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഇതൊന്നും ചെയ്യാൻ കഴിയില്ല. നിങ്ങളടുത്ത് ഒരു 1000 ഉറുപ്പ്യ ഉണ്ടെങ്കിൽ ഒരു 100 രൂപയുടെ ചോറ് ഒരാൾക്ക് വാങ്ങിക്കൊടുക്കാൻ പറ്റൂല. ആ 1000 ഉറുപ്പ്യ നമുക്കൊരു ചെരുപ്പ് വാങ്ങണം, ഒരു ഡ്രസ്സ് വാങ്ങണം, എത്ര പൈസ നമ്മൾ കളയുന്നു. അപ്പോൾ ഈ ഇരിക്കുന്ന എല്ലാവർക്കും ഒരു 100 രൂപ വെച്ചിട്ടായാലും പാവങ്ങളെ സഹായിക്കുക. പണക്കാരാവണം എന്നൊന്നുമില്ല. ബാക്കി ഇപ്പം എൻ്റെ ലൈഫ് അടിപൊളിയായിട്ട് പോകുന്നു.